കേരള രാഷ്ട്രീയം ഇന്ന് പ്രത്യേകമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ, അതിൻ്റെ നിജസ്ഥിതി കേരള സമൂഹം ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ആരോപണങ്ങളിൽ സത്യമില്ലായിരുന്നുവെങ്കിൽ, ആ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിരുന്നുവെങ്കിൽ ഇതിനോടകം ശ്രീ രാഹുൽ മാങ്കൂട്ടം അത് ശക്തമായി നിഷേധിച്ചേനെ. നിഷേധിക്കാത്തിടത്തോളം കാലം ഈ വക പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% തന്നെ സത്യമാണ് എന്ന് നമുക്ക് കരുതേണ്ടതായിട്ട് വരും. ഈ ഒരു അവസരത്തിൽ കോൺഗ്രസ് പോലെയുള്ളൊരു പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധിജിയുടെ കോൺഗ്രസ്, ആദർശങ്ങളുടെയും നിലപാടുകളുടെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനമാണ് വലുത്, വ്യക്തികളല്ല. വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ എന്തെങ്കിലും സമൂഹത്തിന് നിരക്കാത്തതായ ചെയ്തികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അത്തരം വിഴപ്പുകൾ ചുമക്കേണ്ട ബാധ്യത ആ പ്രസ്ഥാനത്തിനില്ല. ആർജവമുള്ള ഒരു നേതൃത്വം മാതൃക കാണിച്ചുകൊണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃക കാണിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രശ്നമുണ്ടായാൽ അവരിൽ നിന്നും രാജി നിർബന്ധപൂർവം എഴുതി വാങ്ങുക, അവരെ പുറത്താക്കുക. സംശുദ്ധമാണ് ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് സമൂഹമധ്യത്തിൽ തെളിയിക്കുക. അത് വളരെ അത്യാവശ്യമാണ്. ഇത് വൈകിപ്പോയി എങ്കിലും ഇനിയും സമയമുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന്, KPCC നേതൃത്വത്തിന് വളരെ ആർജവത്തോടെ ഈ പ്രശ്നത്തിൽ ഇടപെടുവാനും കേരള സമൂഹത്തിനൊരു മാതൃക കാണിച്ചു കൊടുക്കുവാനും ഇങ്ങനെ കഴിയും. സമൂഹത്തിൽ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങളും അത് ചില്ലറയല്ല. കേരള സമൂഹം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നാണ് പറയുക. അവിടെ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കേണ്ട വാർത്തകൾ ഇത്തരം വാർത്തകളൊന്നുമല്ല. എന്തുമാത്രം വികസന പ്രവർത്തനങ്ങളുടെയും എന്തുമാത്രം ക്ഷേമ പദ്ധതികളുടെയും ഒക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കേണ്ടത്. ഒരു കാരണവശാലും മാധ്യമങ്ങളും ദൃശ്യങ്ങളും ഒക്കെ കാണിക്കുന്നത് പോലെ നിറഞ്ഞിരിക്കേണ്ടത് ഇത്തരം വാർത്തകളല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മുടെ നാട് വിമോചിക്കപ്പെടേണ്ടത്. കഷ്ടമെന്ന് പറയണം, എപ്പോഴും കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേട്ട് നമ്മുടെ സമൂഹം ഒരു മൂല്യച്യുതിയിലേക്ക് തന്നെ കൂപ്പുകുത്തുന്ന അവസരം ഉണ്ടാകാൻ പാടില്ല. അതിന് രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടത്. സ്വാതന്ത്ര്യത്തിന് സവിധാവേ ജയ, നിന്റെ വരേണ്യപ്രഭയെ ഞങ്ങളുടെ ചേതനയെന്നും ഉണർത്താവൂ. ഞങ്ങളുടെ കൈകളിൽ അക്ഷയ വീര്യം, ഞങ്ങളുടെ കരളിൽ സ്ഥിരധൈര്യം, മുന്നോട്ടായും ഞങ്ങളുടെ കാൽകളിൽ മാന്യമകറ്റിടും ഉത്സാഹം. എന്നും പുലരുക മേന്മേൽ, എന്നും സംസ്കാരോജ്വലമാവുക. അങ്ങനെയായിരിക്കണം നമ്മുടെ നാട്. സംസ്കാരമുള്ളവരായിരിക്കണം, ഉന്നതമായ നിലവാരം